മലപ്പുറം വഴിക്കടവ് വെള്ളക്കട്ടയിൽ പന്നിക്കെണിയിൽ നിന്ന് ഷോക്കേറ്റ് 15-കാരൻ അനന്തു മരിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. കാട്ടുപന്നി ഇറച്ചിക്ക് വേണ്ടി കെണിവെച്ച വഴിക്കടവ് സ്വദേശി വിനേഷാണ് അറസ്റ്റിലായത്. വിഷയം ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സ്കൂളിലും വീട്ടിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ വൈകാരിക രംഗങ്ങൾക്കാണ് സാക്ഷിയായത്. നാടിന്റെ തീരാനോവാവുകയാണ് 10ാം ക്ലാസ്സുകാരനായ അനന്തു. ഫുട്ബോൾ കളിച്ച് മടങ്ങിവരുന്നതിനിടെ ഇന്നലെ വൈകിട്ടാണ് അനന്തുവിന്റെ ദാരുണാന്ത്യം. കാട്ടുപന്നിയെ പിടിക്കാനായി വൈദ്യുതി പോസ്റ്റിൽ നിന്ന് അനധികൃതമായി വലിച്ച കമ്പിയിൽ കാൽ തട്ടുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളായ 4 പേരിൽ ഷാനു, യദു എന്നിവർക്കും ഷോക്കേറ്റു. ഇവർ ചികിത്സയിലാണ്. അനന്തുവിന്റെ വയറ്റിൽ 3ഇടങ്ങളിലായി പൊള്ളലേറ്റ മുറിവുണ്ട്. സംഭവത്തിൽ മുഖ്യപ്രതി വഴിക്കടവ് പുത്തരിപ്പാടം സ്വദേശി വിനേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രദേശത്ത് കാട്ടുപന്നിയെ പിടികൂടി മാംസവ്യാപാരം സജീവമാണെന്ന് നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. പന്നിയെ പിടികൂടി മാംസവ്യാപാരം നടത്താനാണ് കെണിവെച്ചതെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു. പ്രദേശത്തെ നായാട്ട് സംഘങ്ങളിൽ പ്രധാനിയാണ് വിനേഷെന്ന് നാട്ടുകാർ പറയുന്നു. പന്നി പിടിക്കാനായിട്ട് നടക്കണ രാത്രി ഇങ്ങനെ നടക്കണ ഒരു പാർട്ടി ആൾക്കാരുണ്ടാവും ഇവിടെ. അല്ലാതെ ഒരു കൃഷിനെ സംബന്ധിച്ച് എടുക്കണമല്ല, കൃഷിനെ ആശ്രയിച്ച് നിൽക്കണില്ല. ഒരു പന്നി വിറ്റ് കാശുണ്ടാക്കാനായിട്ടില്ല നടക്കണ ആൾക്കാരാണ്. തോടിന് സ്ഥിരം നടക്കണ അങ്ങോട്ടും കൊണ്ട് റൂട്ടുണ്ട് പോലെ അതിലെ വഴി. അതിന് ഇയാൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ചുമത്തി. സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സി അലവിക്കാണ് അന്വേഷണ ചുമതല. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം CKHSS മണിമൂളിയിലും പിന്നീട് വീട്ടിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ സഹപാഠികളും നാട്ടുകാരും നിറകണ്ണുകളോടെ സാക്ഷിയായി. ന്യൂസ് 18 നിലമ്പൂർ. അനന്തുവിന്റെ മരണത്തിൽ രാഷ്ട്രീയ വിവാദം. മരണത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചന ആരോപിച്ച സർക്കാരിനെതിരെ UDF രംഗത്തെത്തി. വനം മന്ത്രിയുടെ രാജി ആവശ്യമടക്കമുയർത്തി പ്രതിപക്ഷം നടത്തുന്ന നീക്കത്തിന് പ്രതിയുടെ രാഷ്ട്രീയ ബന്ധം ചർച്ചയാക്കിയാണ് ഇടതുമുന്നണി മറുപടി നൽകുന്നത്. വഴിക്കടവിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച വാർത്ത അറിയും മുമ്പേ നിലമ്പൂരിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. പെരുന്നാൾ ദിന രാത്രിയിൽ UDF നടത്തിയ നീക്കത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് വനം മന്ത്രിയും ഇടതു നേതാക്കളും ആരോപിക്കുന്നത്. നാട്ടുകാരറിയും മുമ്പ് മലപ്പുറത്ത് പ്രകടനം നടന്നല്ലോ. അതെങ്ങനെ പ്രകടനം നടന്നത്? അപ്പോൾ അതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഉണ്ടാകുന്ന സംശയമാണ്. ഗവൺമെന്റിനെതിരെയുള്ള ഒരു ക്യാമ്പയിൻ എന്നത് അവർക്ക് ഏറ്റവും പ്രധാനം. അവർക്കൊരു ക്യാമ്പയിൻ ഇപ്പോൾ ഇല്ല. അപ്പോൾ ഇതാര് ചെയ്തു, എങ്ങനെ ചെയ്തു, എന്ത് ചെയ്തു, എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? അപ്പോൾ ഇതിന്റെ ഗുണഭോക്താക്കൾ ആരാണ് എന്ന് എല്ലാവർക്കും അറിയാലോ. ഇതേവരെ തണുത്തു ഉറങ്ങിപ്പോയ പ്രചരണത്തെ ഒന്ന് കൊഴുപ്പിക്കാനുള്ള ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള നിലയിൽ ഇങ്ങനെയൊരു സംഭവം ബോധപൂർവം ഉണ്ടാക്കിയെടുത്താൽ സാധിക്കുമല്ലോ. പക്ഷേ UDF തിരിച്ചടിച്ചു. വിദ്യാർത്ഥിയുടെ ദാരുണ മരണത്തിൽ രാഷ്ട്രീയം കാണുന്നത് സർക്കാരാണ്. ഇതിൻ്റെ അകത്ത് തെരഞ്ഞെടുപ്പിൽ ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്ന വൃത്തികെട്ട, ഞാൻ ആ വാക്ക് ഒന്നും കൂടി വൃത്തികെട്ട ആരോപണമാണ് ഈ വനം മന്ത്രി ഉന്നയിച്ചിരിക്കുന്നത്. എന്നിട്ട് അയാൾക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ് MV ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി. ഇപ്പോൾ പാലക്കാട് നീലപ്പെട്ടിയായിട്ടാണ് വന്നതെങ്കിൽ ഇപ്പോൾ പന്നിക്കണിയായിട്ടാണ് വന്നിരിക്കുന്നത്. സർക്കാരിനെതിരെ മാത്രമല്ല, ഇടതു നേതാക്കളെ വഴിതടഞ്ഞും UDF പ്രതിഷേധിച്ചു. വിദ്യാർത്ഥിയുടെ മരണത്തിൽ സർക്കാരിനാണ് പൂർണ്ണ ഉത്തരവാദിത്തമെന്നാണ് UDF വാദം. മലയോര മേഖലയിൽ പൊതുവെ വനംവകുപ്പിനെതിരെ നിലനിൽക്കുന്ന വികാരം ആളിക്കത്തിക്കുകയാണ് UDF. സമാധാനപരമായിട്ട് സമരം നടത്തുന്ന പ്രതിപക്ഷത്തിന്റെ ഗൂഢോദ്ദേശം. എന്നാൽ മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റിൽ ഗോവിന്ദ മാഷ് ഉറച്ചു നിൽക്കുന്നുമില്ല. അതുകൊണ്ട് ഉരുണ്ടുകളിക്കുകയല്ലേ. വ്യക്തമാക്കട്ടെ. ഗോവിന്ദ മാഷോട് ഞാൻ ആവശ്യപ്പെടുകയാണ്, ഈ സംഭവത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്ന് പറയാൻ മാത്രം മന്ത്രിക്ക് എന്ത് തെളിവ് കിട്ടി? എന്തടിസ്ഥാനത്തിൽ മന്ത്രി പറഞ്ഞു? ആരന്വേഷിച്ചു? എന്തടിസ്ഥാനത്തിൽ മന്ത്രി പറഞ്ഞു? ലെറ്റ് ഹിം പ്രൂവ് ഇറ്റ്. ഐ ചലഞ്ച് ഹിം. എന്താ അവസരം മുതലാക്കിയതാണോ അതല്ലെങ്കിൽ അവസരം ഉണ്ടാക്കിയതാണോ എന്നൊക്കെ മന്ത്രി ചോദിക്കുക. പ്രതി പോലും കുറ്റം സമ്മതിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കും. എനിക്ക് കിട്ടുന്ന വരും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റിന്റെ ഒരു മന്ത്രി ഈ രൂപത്തിലൊക്കെ പറയുന്നത് നിങ്ങൾ ആലോചിക്കുക. വിദ്യാർത്ഥിയുടെ മരണം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന തിരിച്ചറിവിലാണ് CPM. സ്ഥാനാർത്ഥിയും ഇടതു നേതാക്കളും അടക്കം വിദ്യാർത്ഥിയുടെ വീട്ടിലെത്തി. അനധികൃത വൈദ്യുതി കെണിയൊരുക്കിയ പ്രതിയുടെ രാഷ്ട്രീയ ബന്ധമടക്കം CPM ചോദ്യം ചെയ്യുന്നു. പ്രതിയെ കിട്ടിയ ഒരാൾ കോൺഗ്രസാണ്. ഇവിടുത്തെ വാർഡ് വൈസ് പ്രസിഡന്റാണ്. കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖനായ നേതാവായ ഷൗക്കത്തുമായി നല്ല ബന്ധമുള്ള ഒരാളുമാണ്. അപ്പോൾ അതെല്ലാം കൂട്ടി വായിക്കുമ്പോഴാണ് ഇതിൻ്റെ അകത്ത് ദുരൂഹതയുണ്ട്. വാർഡ് മെമ്പർ എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഈ നേതാക്കന്മാരുമായിട്ട് പ്രത്യേകിച്ച് സ്ഥാനാർത്ഥിയായിട്ട് ബന്ധമുണ്ട്.
PV അൻവറും രാഷ്ട്രീയ ഗൂഢാലോചന എന്ന ആക്ഷേപം തള്ളിക്കളയുന്നില്ല. പക്ഷേ CPM വാദം അതേപടി ഏറ്റെടുക്കുന്നില്ല. കേരളം ഒരു തുറന്നിട്ട മൃഗശാലയാകും. അതിന് പ്രോത്സാഹനം നൽകുന്ന ഗവൺമെന്റാണ് ഇവിടെ ഉള്ളത്. അതിന് പ്രോത്സാഹനം നൽകുന്ന മന്ത്രിയാണ്. ഇപ്പൊ മന്ത്രി പറഞ്ഞ ജനങ്ങളൊക്കെ കേട്ടല്ലോ. ഈ പ്രകടനപരത കൊണ്ടൊന്നും ഈ വിഷയം അവസാനിക്കില്ല. മനുഷ്യ വന്യജീവി സംഘർഷം നിലനിൽക്കുന്ന നിലമ്പൂരിൽ വിദ്യാർത്ഥിയുടെ ദാരുണ മരണം പ്രധാന വിഷയമായേക്കും. രാഷ്ട്രീയ ഗൂഢാലോചന ആരോപണമടക്കം നിലമ്പൂർ രാഷ്ട്രീയത്തിൽ തുടർ ചർച്ചകൾക്കിടയാകുമെന്ന് ഉറപ്പ്. ന്യൂസ് 18 നിലമ്പൂർ.